ഭീതിയോടെ ഉറ്റുനോക്കുന്ന ഒരു യുദ്ധവാർത്തയിലേക്കാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് വഴിതിരിയുന്നത്. ഇറാനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ 48 മണിക്കൂർ അന്ത്യശാസനം അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ അമേരിക്ക അതിശക്തമായ ആക്രമണം നടത്തിയതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. ടെഹ്റാനിലെ ഉന്നത സൈനിക നേതൃത്വത്തെ ലക്ഷ്യമിട്ടുള്ള ഈ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ട്രംപ് തന്നെയാണ് പുറത്തുവിട്ടിട്ടുള്ളത്. ഇറാൻ ഭരണകൂടത്തെ മുട്ടുകുത്തിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി അതിന്റെ നിർണായക ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ടെഹ്റാനിൽ നടത്തിയ വൻ ആക്രമണത്തിൽ ഇറാന്റെ നിരവധി ഉന്നത സൈനിക നേതാക്കളെ വധിച്ചുവെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം. 1 മിനിറ്റിലധികം ദൈർഘ്യമുള്ള മിസൈൽ ആക്രമണത്തിന്റെ വീഡിയോ സഹിതമാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ ഈ വിവരം പങ്കുവച്ചത്. ഹോർമുസ് കടലെടുക്ക് ഉടൻ തുറന്നു നൽകുകയോ അല്ലെങ്കിൽ അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന കർശനമായ ഉപാധികൾ അംഗീകരിക്കുകയോ ചെയ്തില്ലെങ്കിൽ വലിയ പ്രത്യാഘാതമുണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ടെഹ്റാനിൽ ആക്രമണം നടന്നതെന്നത് സ്ഥിതിഗതികൾ അതീവ ഗുരുതരമാക്കുന്നുണ്ട്. ട്രംപിന്റെ ഈ നീക്കത്തെ പൂർണ്ണമായും പിന്തുണച്ച് പ്രമുഖ US സെനറ്റർ ലിൻസെ ഗ്രഹാം രംഗത്തെത്തി. ട്രംപ് പറയുന്നത് പ്രവർത്തിക്കുമെന്ന് ഇറാന് ഇതുവരെ മനസ്സിലായിട്ടില്ലെങ്കിൽ അത് ബോധ്യപ്പെടുത്താൻ അമേരിക്ക തയ്യാറാണെന്നാണ് ഗ്രഹാം വ്യക്തമാക്കിയത്. ഏപ്രിൽ 6-നകം ഹോർമുസ് കടലെടുക്ക് തുറന്നു കൊടുത്തില്ലെങ്കിൽ ഇറാന്റെ ഊർജ്ജ സ്രോതസ്സുകളും വൈദ്യുതി നിലയങ്ങളും തകർക്കാൻ പ്രസിഡന്റ് മടിക്കില്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇറാനെ സാമ്പത്തികമായി പാപ്പരാക്കുകയും അവരുടെ സൈനിക കരുത്ത് തകർക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് അമേരിക്കൻ നീക്കങ്ങൾ. ഇറാന്റെ തിരിച്ചടി ഉണ്ടായാൽ അത് വലിയൊരു ലോകമഹായുദ്ധത്തിലേക്ക് നയിച്ചേക്കാമെന്ന ആശങ്കയിലാണ് അന്താരാഷ്ട്ര സമൂഹം. അതേസമയം ടെഹ്റാനിൽ നടന്ന ആക്രമണത്തെക്കുറിച്ച് ഇറാൻ ഔദ്യോഗികമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. എന്നാൽ ഏപ്രിൽ 6 എന്ന ട്രംപിന്റെ സമയപരിധി അവസാനിക്കുമ്പോൾ മേഖലയിൽ എന്ത് സംഭവിക്കുമെന്നത് ലോകത്തെ ഒന്നടങ്കം മുൾമുനയിൽ നിർത്തുകയാണ്. സംഘർഷം ലഘൂകരിക്കാൻ നയതന്ത്ര ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ട്രംപിന്റെ ആക്രമണോത്സുകമായ നിലപാട് ഇറാനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. വരും മണിക്കൂറുകൾ മിഡിൽ ഈസ്റ്റിന് മാത്രമല്ല ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്കും അതീവ നിർണായകമാണ്.